എത്ര നാളത്തുള്ള സാധനങ്ങളാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഈ പരിസരത്തുള്ളവരാണ് സ്ഥിരം കൊണ്ടുവയ്ക്കുന്നത്. ഒരാഴ്ചയ്ക്ക് മുന്നേ ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ക്ഷേത്രകുളത്തിന് സമീപമായി ഡൈപ്പർ വലിച്ചെറിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് ആ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചത്. കാരണം ഇതൊരു ആറാട്ട് നടക്കുന്ന ഒരു ക്ഷേത്രകുളമാണ്. അതിൻ്റെ അടുത്തായിട്ട് പഞ്ചായത്താണ് ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടി വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള മിനി MCF കൊണ്ടുവച്ചത്. കർമ്മസേനയ്ക്ക് മാത്രമാണ് ഇവിടെ ചവർ നിക്ഷേപിക്കാനുള്ള അധികാരമുള്ളത്. അല്ലാതെ പുറത്തു നിന്ന് വന്ന് ആർക്കും ഇവിടെ ചവർ കൊണ്ടിടാൻ അധികാരമില്ല. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഇത്രയേറെ ഡൈപ്പറുകൾ, 1000 മേളിലുണ്ടായിരുന്നു ഡൈപ്പറുകൾ. ഇന്ന് ഈ മഴ സമയത്ത് ഹരിതകർമ്മസേനയിലെ ആൾക്കാർ തന്നെയാണ് വന്നൊരു കുഴിയെടുത്ത് അതിനകത്ത് നിക്ഷേപിക്കുകയാണ്. സത്യം പറയാലോ, ഇത് അവരെ കൊണ്ട് ചെയ്യേണ്ട ഒരു ജോലിയല്ല. എല്ലാവരും പറയുന്നു ഇത് ഹരിതകർമ്മസേനയുടെ തൊഴിലാണെന്ന്. കുഞ്ഞുങ്ങളുടെ ആ വേസ്റ്റ് വാരാനുള്ള ജോലിയല്ല ഹരിതകർമ്മസേനയ്ക്കുള്ളത്. ചേച്ചി, ഹരിതകർമ്മസേനയ്ക്ക് ഡൈപ്പർ എടുക്കാനുള്ള ലിസ്റ്റ് ഉണ്ടോ? ഇല്ല, നമുക്ക് എടുക്കാൻ പറഞ്ഞിട്ടില്ല. ഡൈപ്പർ സ്നാഗി ഇതൊന്നും എടുക്കാൻ പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ വീടുകളിൽ പോയി കളക്ട് ചെയ്യും. പ്ലാസ്റ്റിക് മാത്രമാണ് എടുക്കുന്നത്. പിന്നെ ബാഗ്, ചെരുപ്പ്, തുണി അത് എല്ലാ മാസവും എടുക്കൂല. വർഷത്തിൽ 2 പ്രാവശ്യം കുപ്പിച്ചില്ലൊക്കെ എടുക്കും. അത് എടുക്കുന്നതനുസരിച്ചാണ് നമ്മൾ കയറ്റി വിടൂലേ, അതനുസരിച്ചാണ് നമ്മൾ വീടുകളിൽ നിന്ന് എടുക്കുന്നത്. ഇതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ഇതിനെ കീറി അതിന്റെ ജെല്ലെടുത്ത് ഉപ്പിടുമ്പോഴേ അത് അലിഞ്ഞു പോകുന്നു. ചേച്ചി, ഈ പ്ലാസ്റ്റിക്കുകളെല്ലാം ശേഖരിച്ച് എന്താണ് ചെയ്യുന്നത്? റീസൈക്കിളിന് കൊടുക്കുകയാണോ? അതെ, റീസൈക്കിളിന്. അത് കൊണ്ടുവന്ന് നമുക്ക് വീടുകളിൽ നിന്ന് കണക്ട് ചെയ്ത് നേരിട്ടല്ല കൊടുക്കുന്നത്. ഞങ്ങൾക്ക് തിരിയാണ്ട് ജോലിയുണ്ട്. അതൊരു 7-8 HM1, PP ഫസ്റ്റ്, PP സെക്കൻഡ്, മിൽമ തിരിയണം. പല 7 ഇതായിട്ട് തിരിയണം. അത് തിരിഞ്ഞാണ് ഞങ്ങൾ ഓരോ ഏജൻസിക്ക് കൈമാറുന്നത്. ഈ ഡൈപ്പർ എന്ന സാധനം അങ്ങനെ എടുക്കില്ല. അതുപോലെ ഇവരെ കുഞ്ഞുങ്ങളെ മലവും മൂത്രങ്ങളും ആയത് ഇത് ഇവരെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇതെടുക്കുമെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം ഞങ്ങൾ ഒരിക്കൽ ചെയ്തു, അത് കഴിഞ്ഞ് മെമ്പറും തുടർപ്പേരും ഇവിടെ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇപ്പതാ ഇന്നലെ അങ്ങനെ HI ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഇവിടെ ഒന്ന് വൃത്തിയാക്കണം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഈ ചേച്ചിയെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയി. അങ്ങനെ ഞാൻ എന്താ മോനെയും കൂടെ കൊണ്ടുവന്നാണ് ഇത് ചെയ്യിക്കുന്നത്. തീരെ വയ്യാതെ ഞാൻ കിടന്നതാണ്. അവിടെ നിന്നാണ് ഇത് എണീറ്റ് വന്ന് ചെയ്യുന്നത്. ഡയപ്പർ എന്തായാലും റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ അത് നമ്മൾ വീടുകളിൽ തന്നെയാണ് നശിപ്പിക്കേണ്ടത്. ഇത് വെട്ടി മൂടുക എന്നുള്ളത് നിസ്സാര പണിയല്ല. ഇവർ രണ്ടുപേരും കൂടെ നിന്നാണ് ഈ ഇത്ര ആഴത്തിലുള്ള ഒരു കുഴിയെടുത്തത്. ഈ പുരുഷന്മാർ ചെയ്യേണ്ട ജോലിയാണ് സത്യത്തിൽ ഈ സ്ത്രീകൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു പണി ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയെങ്കിൽ ഇനി ആരും ഇതുപോലെ ഡയപ്പർ ഇവിടെ വലിച്ചെറിയരുത്. എത്ര നാളത്തുള്ള സാധനങ്ങളാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഈ പരിസരത്തുള്ളവരാണ് സ്ഥിരം കൊണ്ടുവയ്ക്കുന്നത്. രാത്രി കാലങ്ങളിൽ അവരെ ജോലിയെ ഇത് തന്നെ. വീട്ടിൽ വേറെ ജോലിയില്ലാതെ ഇവിടെ വന്നത് ആരുമില്ല. അതുകൊണ്ട് അവർക്ക് സ്ഥിര ജോലി ഇവിടെ ഇത് തന്നെ. ഇനി ഈ പ്രദേശത്ത് വേസ്റ്റ് ഇടാൻ വരുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ഇവിടുത്തെ പ്രദേശവാസികൾ എല്ലാവരും വീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും തെളിവ് ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. ഒരാൾക്ക് പോലും ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ചാക്കിൽ കെട്ടിയാണ് വേസ്റ്റിനെ ഇതിന്റെ മുന്നിലായി കൊണ്ട് തള്ളിയിരുന്നത്. 50 രൂപ വാങ്ങുന്നതല്ലേ, ഇതെല്ലാം ഹരിതകർമ്മസേനയുടെ ജോലിയാണ് എന്ന് പറയുന്നവരോട് അവരെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നതിൽ ഒരു മാനുഷിക പരിഗണനയെങ്കിലും അവർക്ക് കൊടുക്കണം. എന്തൊക്കെ വേസ്റ്റുകളാണ് എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് അവർക്ക് പഞ്ചായത്തിൽ നിന്ന് തന്നെ കൊടുത്തിട്ടുള്ളതാണ്. അതിൽ ഒരിക്കലും ഈ ഡയപ്പർ പറഞ്ഞിട്ടില്ല. വൃത്തിയായിട്ട് ആ വെള്ളത്തിലാണ് ഈ ഡയപ്പർ അത്രയും കിടക്കുന്നത്. കൈകൊണ്ടാണ് ആ ഡയപ്പർ എല്ലാം മാറ്റുന്നത്. അപ്പം അവരുടെ ഒരു കഷ്ടപ്പാട് നോക്കിയേ. ഈ ചാക്ക് ഞങ്ങൾ എടുത്തോണ്ടിട്ടതല്ല. ഈ മിനി MCFന്റെ ഫ്രണ്ടിൽ 2-3 മാസം കൊണ്ട് കിടക്കുകയാണ്. ഞങ്ങൾ വീടുകളിൽ പോകുമ്പോൾ 50 രൂപ തരാൻ മടിച്ച് ഈ കവറുകളൊന്നും തരൂല. ഈ മിനി MCFന്റെ ഫ്രണ്ടിലാണ് കൊണ്ടിടുന്നത്. കണ്ടോ, എത്രയും മാസം കൊണ്ട് കൊണ്ടിട്ടിരിക്കുകയാണ്. നമ്മൾ വൃത്തിയാക്കിയാലും വീണ്ടും ഇത് തന്നെ ഗതി. അങ്ങനെ ഇവിടെ കുന്നുകൂടി കിടന്ന ഡയപ്പർ എല്ലാം വെട്ടിമൂടി ഇതാ വൃത്തിയാക്കി തന്നിട്ടുണ്ട്. രാവിലെ 9 മണിക്ക് തുടങ്ങിയ പണിയാണ്. ഇപ്പോൾ സമയം 12:30 ആയിട്ടുണ്ട്. അത്രയും സമയം ഈ 2 ചേച്ചിമാരും കൂടെ ഇവിടെ ഇനി സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് വിഷമായി പോയി. അവർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ഒരു മോനെയും കൂടെ കൊണ്ടുവന്നാണ് ഈ പണി പൂർത്തിയാക്കിയത്. ഞങ്ങൾ ഈ പൊതുവെ ഈ സാധനങ്ങൾ എടുക്കാത്തതാണ്.
ഇതെല്ലാം ഞങ്ങൾ 8 മണി തൊട്ട് വന്ന് കുഴിയെടുത്ത് ഞങ്ങൾ വെട്ടി മൂടി ഇത്രയും ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾ ഇത് കൊണ്ടിടരുത്. കുട്ടികൾക്ക് ഇത് ഉപയോഗിച്ചുകൂടെ എങ്കിലും നിങ്ങൾ തുണികൾ കഴുകാൻ മടിച്ച് എളുപ്പത്തിന് എക്സ്ട്രാക്കി വാങ്ങിച്ചിട്ട് ഊരിയാൻ കളഞ്ഞിട്ട് എവിടെയോ കൊണ്ടുവയ്ക്കാൻ പറ്റും പോലെ ഇതിവിടെ നിങ്ങൾക്ക് വെക്കേണ്ട സാധനമല്ല മിനി MCF. അത് പഞ്ചായത്ത് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് കവറുകൾ വെക്കാനുള്ള സാധനമാണ്. അത് നിങ്ങൾ ഇനിയെങ്കിലും അത് മനസ്സിലാക്കി ഇതിനെ കൊണ്ട് വെക്കരുതെന്ന്. നിങ്ങൾ പണി തരുന്നതോറും നമുക്കും പാടാണിത്. നമുക്ക് മുകളിൽ അവർ ഞങ്ങളെ വിളിച്ച് ഇത് മാറ്റാൻ പറയും. നമുക്കാണ് കഷ്ടപ്പാട്. ഇത് രാവിലെ 8 മണിക്ക് വെള്ളം പോലും കുടിക്കാതെ ഞങ്ങൾ രണ്ടും എൻ്റെ മോനും കൂടെ വന്നാണ് ഇതെല്ലാം ചെയ്തത്. ഇനി ഞങ്ങൾ ദൈവം ജനങ്ങളെ ഇത് മനസ്സിലാക്കുക. അതെ, ഈ ഡയപ്പർ നമുക്ക് ഉപ്പിട്ട് അതിനെ നശിപ്പിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ വീട്ടിൽ വെച്ച് തന്നെ അതൊക്കെ നിങ്ങൾ ചെയ്യുവാൻ മാക്സിമം ശ്രമിക്കുക. ഇങ്ങനെ മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിൽ ഇതുപോലെ വേസ്റ്റുകളൊന്നും വലിച്ചെറിയല്ലേ. ഡയപ്പർ എന്ന് മാത്രമല്ല, ഒരു വേസ്റ്റും ഇതിൻ്റെ മുന്നിൽ ആരും കൊണ്ട് ഇടരുത്. ദയവ് ചെയ്ത് അവർക്ക് ഇനി പണി ഉണ്ടാക്കി വെക്കരുത്. അവർ മാസം തോറും നമ്മുടെ വീടുകളിൽ വന്ന് പ്ലാസ്റ്റിക്കുകൾ കളക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. ആരും പ്ലാസ്റ്റിക്കുകൾ ഇവിടെ കൊണ്ടുവന്ന് ഇടരുത്.